ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ ആ ഓർഡർ ഈ ഹേമ എന്ന് പറഞ്ഞ അവൾ തട്ടിയെടുക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അതിനുശേഷം രേവതി കുറേ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഈ ഓർഡർ തന്ന ആൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് രേവതി എന്താ രേവതി ഇത്, രേവതി 1,00,000 രൂപയാണല്ലോ, 1,20,000 രൂപയാണല്ലോ പറയുന്നത്. ഇത്രയും ബഡ്ജറ്റൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഇത് രേവതി ഞങ്ങൾക്ക് കുറച്ച് തരുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ രേവതിക്ക് തന്നെ ഓർഡർ തന്നത്. ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ രേവതി എന്നിവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ മാഡം, അയ്യോ ഞാനിത് വലിയ കൂടുതലായിട്ടൊന്നല്ല തന്നത്, ഞാനിപ്പോൾ കുറച്ചാണ് തന്നിരിക്കുന്നത്. ഇതിൽ കുറഞ്ഞിട്ട് എങ്ങനെയാണ് മാഡം ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കഴിയുന്നത് എന്ന് രേവതി ചോദിക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ഇതൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. രേവതിയുടെ ഓർഡറൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതുകൊണ്ടാണ് ഞങ്ങൾ ഓർഡർ തരാനുള്ള കാരണം. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് രേവതി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹേമയോടെ പറയാണ്, ഇനി നമ്മുടെ ഒരു കണക്ക് കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹേമയുടെ ആ ഒരു കണക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇവർക്ക്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരവൻ ഞെട്ടിപ്പോവാണ്. മാഡം, എന്താ മാഡം ഇത്, രേവതി പറഞ്ഞതിനേക്കാളും പകുതി വിലയ്ക്ക് ചെയ്തു തരാമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ ഹേമ മാഡം ആണെങ്കിലും അതെ, അങ്ങനെ തന്നെയാണ് നടന്നത്. കാരണം ഇവിടെ രേവതി 1,20,000 രൂപയാണ് പറഞ്ഞത്. അതിൻ്റെ നേർപകുതി 60,000 രൂപ. 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഈ ഡെക്കറേഷൻ ചെയ്തു തരുമെന്ന് പറയാം. ഇത് കേട്ട് രേവതി അന്തിച്ചു പോവുകയാണ്. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? അപ്പോൾ രേവതി പറയണ, ഇതെന്താ 60,000 രൂപയ്ക്ക് ഡെക്കറേഷൻ ചെയ്തു തരുമെന്നോ? നിങ്ങൾക്കിതൊക്കെ സാധ്യമാവുന്ന കാര്യമാണ്? അല്ല, ഹേമ മാഡം ഇതിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളെന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പൂവിൻ്റെ വിലയനുസരിച്ച് ഈ ഡെക്കറേഷൻ നിങ്ങൾക്ക് 60,000 രൂപയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ രേവതി, നിങ്ങൾ ബിസിനസ് പഠിച്ചിട്ടില്ല. പക്ഷേ ഈ ഹേമ ബിസിനസ് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ട് കാലങ്ങളോളായി. 1000 രൂപയുടെ പൂക്കൾ ഞങ്ങൾ 500 രൂപക്ക് മേടിക്കുമെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് കാലി വരിക. അപ്പം രേവതി പറയാം, ഞാനും ബിസിനസ് തുടങ്ങിയിട്ട് ഇന്നും എന്നല്ലേന്നും അല്ല, തുടങ്ങിയിട്ട് കാലങ്ങളോളായി. അതുകൊണ്ട് എനിക്കറിയാം മാഡം, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ 1,20,000 കുറഞ്ഞ് എനിക്ക് ഈ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഇവർ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരുമെങ്കിൽ ചെയ്തു തരട്ടേന്നേ, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഏതായാലും ഇതിൽ മുൻകൈയിട്ട് ഇറങ്ങുന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രേവതി പോയി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ രേവതി കൊടുത്തത് ഏത് ഡിസൈനാണോ ആ ഡിസൈൻ തന്നെ നിങ്ങൾ എനിക്കും തന്നോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നോളാം. മാഡം ചെയ്തു തരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും, എന്നെന്തിനാ സംശയിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് തന്നിരിക്കും. നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് പേടിക്കേണ്ട. നിങ്ങളുടെ കല്യാണം അടിപൊളിയായിട്ട് തന്നെ നടക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇവർക്ക് വാക്ക് കൊടുക്കണം. അങ്ങനെ ഇവരാണെങ്കിൽ ഒരു 60,000 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ശരി മേഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഹേമ മേഡത്തിൻ്റെ കൂടെ വന്ന ആ ഒരു കൂട്ടാളിയാണെങ്കിൽ, മേഡം എന്തൊക്കെയാണ് പറയുന്നത്, നമുക്കിത് വലിയൊരു നഷ്ടമായിരിക്കില്ലേ? 60,000 രൂപയ്ക്ക് നമുക്ക് ഈ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? രേവതി പറഞ്ഞതുപോലെ 1,00,000 രൂപയെങ്കിലും ആകും ആ ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. എനിക്കറിയാടോ ആ ഡെക്കറേഷൻ ചെയ്യണേന് 1,00,000 രൂപയാകുമെന്ന്. പക്ഷേ ഇവിടെ ഞാനൊരു കളി കളിച്ചതല്ലേ. കളിയോ? എന്ത് കളി? അതെ, ഞാനിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് 60,000 രൂപ മേടിച്ചു. കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ അവരോട് വിളിച്ചു പറയും, പൂക്കൾ കിട്ടാനില്ല, അതുകൊണ്ട് ഡെക്കറേഷൻ നടക്കില്ല എന്ന്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാര്യങ്ങളെല്ലാം തനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായില്ലേ? എൻ്റെ പൊന്നു മേഡം, മനസ്സിലായി, കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായി മേഡം എന്ന രീതിയിൽ സംസാരിക്കാം. അപ്പോൾ അവർക്ക് നിവൃത്തിയില്ലാതെ 1,00,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടും. അങ്ങനെ നമ്മൾ ആ ഡെക്കറേഷൻ അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്യും. എൻ്റെ പൊന്നു മേഡത്തിൻ്റെ ഒരു ഐഡിയ അപാരം തന്നെ. അങ്ങനെ രേവതി സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ അമ്മ വിളിക്കുകയാണ്. അമ്മ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തായി മോളെ കാര്യങ്ങളെല്ലാം എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഓർഡർ കിട്ടിയില്ല അമ്മ. ഇവിടെ ഹേമ എന്ന് പറഞ്ഞൊരാളുണ്ട്, ആ മേഡത്തിനാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. വളരെ സങ്കടം തോന്നി നമ്മുടെ രേവതിക്ക്.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ചന്ദ്രയെയും രവിയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഉള്ള സാരി മുഴുവനും നിരത്തി കൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ നിരത്തി കൂട്ടിയിട്ടിട്ട് രവിയേട്ടാ, രവിയേട്ടാ, ഈ സാരി നല്ലതാണോ? നാളെ ബംഗ്ലാവിലേക്ക് പോകുമ്പോൾ എനിക്ക് ഉടുത്തിട്ട് പോകാനുള്ള സാരിയാ. രവിയേട്ടൻ ഒന്ന് സെലക്ട് ചെയ്ത് തന്നണ്ടേ, ഈ സാരി മതിയോ, ഈ സാരി മതിയോ എന്നൊക്കെ ചോദിക്കണം. എൻ്റെ പൊന്നു ചന്ദ്രേ, നീ ആ സാരികളൊക്കെ ഒന്ന് എടുത്ത് വെക്ക്. ഏതെങ്കിലും സാരി ഉടുത്തിട്ട് പോയാൽ പോരെ? പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും സാരി എടുത്തിട്ട് പോയാൽ പറ്റില്ല. ഒരു ബംഗ്ലാവിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങോട്ട് പോയി നമ്മൾ താമസിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണ്ടേ? ആരും നമുക്ക് പഞ്ഞുണെന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പം ഇത്രയും സാരികൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രവിയേട്ടൻ അതിന് സെലക്ട് ചെയ്തെന്നാൽ എന്താ കുഴപ്പം? ഇത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്ന് ചന്ദ്ര, എനിക്ക് പറ്റില്ല. ഞാനേ എൻ്റെ ശ്രുതി മോളെ വിളിച്ചോളാം. അവളാകുമ്പോൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞോളും. അവൾക്ക് എന്നോട് ഒരു കുശുമ്പുമില്ല. ഞാൻ നല്ല രീതിയിൽ നടക്കുന്നത് കാണാനാണ് എൻ്റെ മരുമോൾക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചോളാം. ശ്രുതി മോളെ, ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി വരിക. കഴിഞ്ഞപ്പോഴേക്ക് എന്താ ആൻറ്റി ഇത്? എന്തത്? എന്തോരം സാരി ആൻറ്റി നിരത്തി കൂട്ടിയിട്ട് വെച്ചിരിക്കുന്നത്? എന്താ ആൻറ്റി ഇത്? അത് പിന്നെ മോളെ, നാളെ ബംഗ്ലാവിലേക്ക് പോകാനുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യണം മോളെ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എനിക്ക് ഏതെങ്കിലും സാരികളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് തന്നേ മോളെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി, ഈ സാരികൾ മൊത്തം അടിപൊളിയാണ് ആൻറ്റി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാരികൾ ഇതെല്ലാം. പിന്നെ ആൻറ്റിക്ക് ഇതിലെ ഫേവറേറ്റ് സാരികൾ ഉണ്ടാവുമല്ലോ, ആ സാരി ആൻറ്റി കൊടുക്ക്. എന്നാലും മോള് പറയണം മോളെ, മോള് പറഞ്ഞാലേ എനിക്കൊരു സന്തോഷമുള്ളൂ. അങ്ങനെ ചന്ദ്രയുടെ തോളത്തൊരു സാരി കിടക്കുന്നുണ്ടായിരുന്നു. ആൻറ്റി, ഈ സാരി ആൻറ്റിക്ക് മാച്ചാവും. ഈ സാരി ഇട്ടതിന് നല്ല റിച്ച് ലുക്കായിരിക്കും. ഈ സാരി ആൻറ്റി ഉടുത്താൽ മതി. ഇത് കേട്ട് നമ്മുടെ രവിയാണെങ്കിൽ, ചന്ദ്രേ, ശ്രുതി ഇപ്പം പറയുന്നുണ്ടാവും മനസ്സിൽ, ഇതെന്ത് മെനകെട്ട തള്ളയാണ്, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലല്ലോ, സാരിയും കൊണ്ട് വന്നിരിക്കുന്നു, ഏതെങ്കിലും സാരി ഉടുത്ത് അങ്ങോട്ട് പോകാനുള്ളതിന് എന്നല്ലേ മോളെ നീ ശ്രുതി ആലോചിച്ചത്? എന്നിട്ട് അയ്യോ അങ്ങളെ, സത്യോട്ടില്ല അങ്ങളെ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. പിന്നെ ആൻറ്റി ഏത് സാരി ഉടുത്താലും സുന്ദരിയാണല്ലോ, ആൻറ്റിയെ വെല്ലാൻ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാ ഈ സാരി തന്നെ ഉടുത്തോളാനായിട്ട് ഞാൻ പറഞ്ഞത്. ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ, കണ്ട് രവിയേട്ടാ, എൻ്റെ ശ്രുതി പറഞ്ഞത് കണ്ടില്ലേ? അവൾക്ക് അങ്ങനെ എന്നെ പറ്റിക്കാനൊന്നും കഴിയില്ല. ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞ കേട്ടില്ലേ? അപ്പോൾ ആൻറ്റി, എന്നാൽ പിന്നെ ഓക്കെ ആൻറ്റി, ഞാനേ കിടന്നുറങ്ങാൻ പോവാണേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പോകുമ്പോൾ മനസ്സ് ചിന്തിക്കുകയാണ്, അയ്യടാ ഒരു സുന്ദരി പാതിരാത്രി സാരിയും കൊണ്ട് വന്നിരിക്കുകയാണ്, ഏത് സാരി ഉടുക്കണമെന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് നാണമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കയറി പോവാണ്. അപ്പോൾ രവിയാണെങ്കിൽ, എൻ്റെ പൊന്ന് ചന്ദ്രേ, ഈ കാലത്ത് ഇതേ ഭർത്താക്കന്മാർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കണം ഭാര്യമാരാ. നീ എനിക്ക് ഏതെങ്കിലും ഡ്രസ്സ് പാക്ക് ചെയ്ത് തന്നോ, സെലക്ട് ചെയ്ത് തന്നോ? ശ്രുതി കണ്ടില്ലേ, ശ്രുതിയുടെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. നീ എനിക്ക് അങ്ങനെ വല്ലതും ചെയ്തു തരുന്നുണ്ടോ എൻ്റെ ചന്ദ്രേ? എൻ്റെ രവിയേട്ടൻ ഇപ്പം ഏതാണ് നല്ല ഡ്രസ്സുള്ളത്? ഏതെങ്കിലും അങ്ങനെ കൊടുത്തിട്ട് ബംഗ്ലാവിലോട്ട് പോയാൽ മതി. അത് ശരി, നിനക്ക് നല്ല രീതിയിൽ സാരി ഉടുക്കണം, പക്ഷെ ഞാൻ നല്ല രീതിയിൽ ഡ്രസ്സ് ഉടുക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലേ? രവിയേട്ടനെ പോലെയാണോ ഞാൻ? അതെന്താ, ശ്രുതിയുടെ അച്ഛനും അമ്മയും നമ്മൾ രണ്ടുപേരും അല്ലേ, പിന്നെന്താ പ്രശ്നം? അല്ല എന്നാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ്. അപ്പോൾ രേവതി രാത്രി ഇരുന്ന് ഇങ്ങനെ പൂ കെട്ടുക. അപ്പോൾ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വർഷയെ വരിക. അപ്പോൾ വർഷ വന്നിട്ട്, ചേച്ചി ഇതെന്താ ചേച്ചി ഇപ്പോൾ ഒരു പൂ കെട്ടൽ? അത് എനിക്കൊരു ഓർഡർ ഉണ്ട് നാളത്തേക്കാ, അപ്പോൾ അതിനുള്ള പൂ കെട്ടുകയാണ് മോളെ ഞാൻ. ഇത് കെട്ടുമ്പോഴേക്കും, അയ്യോ ചേച്ചി, അപ്പം നാളെ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകണ്ടേ, ആ ബംഗ്ലാവിലേക്ക് എന്ന് വിചാരിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? നമ്മുടെ വയറ്റിപ്പിഴപ്പിനുള്ളത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് പോയിട്ടുണ്ടെന്ന കാര്യമൊന്നുമില്ലല്ലോ. അത് ചേച്ചി പറഞ്ഞാൽ ശരി തന്നെയാണ് എന്നിങ്ങനെ സംസാരിക്കുക. അപ്പോഴാണ് ചന്ദ്രയും ശ്രുതിയും കൂടി വരുന്നത്. അപ്പം ചന്ദ്ര പറയാണ്, എടി നീ എന്താടി രാത്രി പരിപാടി? നീ എന്തിനാടി ഇപ്പോൾ പൂ കെട്ടുന്നത്? അത് പിന്നെ അമ്മേ, എനിക്കൊരു ഓർഡർ ഉണ്ട്, അതിനു വേണ്ടി ഞാൻ പൂ കെട്ടുന്നതാണ്. എടി നിനക്ക് നാണമുണ്ടോ? നാളെ അവൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ, എന്നിട്ട് നീ ഇവിടെ നിന്ന് പൂ കെട്ടി രസിക്കുന്നു അല്ലേ? എടുത്ത് വെക്കടി.
അവൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല. അമ്മ ഞാൻ പോകട്ടെ എന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? നാളെ രാവിലെ തന്നെ ഞങ്ങൾ ഈ ഓർഡർ കൊടുക്കുമല്ലോ. എന്നിട്ട് അത് ശരി, ആഹാ, ഓർഡർ കൊടുത്തിട്ട് നീ അങ്ങോട്ട് വരാനാണോ? അപ്പോഴേക്കും വർഷയാണെങ്കിൽ വിട്ടു കൊടുക്കുക. വർഷയാണെങ്കിൽ ചേച്ചി പൂ കെട്ടി ഓർഡർ കൊടുത്തെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാൻ പറയുന്നത്? എന്താ ആ ബംഗ്ലാവ് ഇടിഞ്ഞ് വീഴോ എന്നൊക്കെ ഇങ്ങനെ നല്ല തർക്കുത്തരം രീതിയിൽ ചോദിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഞാനൊന്നും ചോദിക്കാനില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരേ പോകെ എന്ത് വേണമെങ്കിലും ചെയ്യേ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെക്കിട്ട് കയറുകയല്ലേ പണി, അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാനായിട്ട് വരുന്നില്ല എന്നും പറഞ്ഞ് അവർ പോവാണ്. ചേച്ചി പൂ കെട്ട് ചേച്ചി, അവരെന്തെങ്കിലും കിടന്ന് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പൂ കെട്ടുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും അതേപോലെ തന്നെ വർഷയും ശ്രീകാന്തും രവിയും ചന്ദ്രയും കൂടി ആ ബംഗ്ലാവിലെത്തുക. അപ്പോൾ ചന്ദ്രയ്ക്ക് ആ ബംഗ്ലാവ് കണ്ടപ്പോൾ വിശ്വസിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ ദൈവമേ, എന്താ ഇതെന്നും പറഞ്ഞ് തുള്ളിച്ചാടി കറങ്ങി പറഞ്ഞിങ്ങനെ നടക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ടമ്മ എൻ്റെ പൊന്നു മോനെ ശ്രുതി, ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ശ്രുതിക്ക്. എടാ പൊന്നു മോനെ, നീ ഇത്രയും നല്ല ബംഗ്ലാവാണ് ഇവിടെ മേടിച്ചത്, രാജകൊട്ടാരം പോലെ എനിക്ക് തോന്നുന്നത്, രാജകൊട്ടാരം എന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ. പിന്നെ അല്ലാതെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ ഓണറിൻ്റെ ഭാര്യയും കൂടി വരികയാണ്. ആ, നിങ്ങൾ എത്തിയല്ലേ? ആ, ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അമ്മ, പിന്നെ ഇതെൻ്റെ ബ്രദറിൻ്റെ വൈഫ്, പിന്നെ അമ്മേ അച്ഛാ ഇതാണ് ഇവിടുത്തെ ഓണറിൻ്റെ ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പരസ്പരം പരിചയപ്പെടുക. അപ്പോൾ ഓണർ ചോദിക്കണം, നിങ്ങൾക്ക് ഒരനിയനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അവർ വന്നില്ലേ? ആ, അവർ വന്നോളും സർ എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും സന്തോഷമായി, നിങ്ങൾ അകത്തേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അകത്തേക്ക് കയറി ചെല്ലുക. അകത്തേക്ക് കയറി ചെന്നപ്പോഴേക്കും ശ്രുതി, നിങ്ങൾക്ക് ഇങ്ങനൊരു വലിയൊരു ഭാഗ്യം ഉണ്ടാകാൻ കാരണമേ നിങ്ങളുടെ അമ്മയാണെന്നാണ് തോന്നുന്നത്. കാരണം ആ മുഖത്തത്തെ ആ ഒരു ഐശ്വര്യം, എന്തൊരു ഐശ്വര്യമാണ് മുഖത്ത് എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ അങ്ങോട്ട് പൊങ്ങി അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രവിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല. അപ്പോൾ വർഷ പറയണം, ആ സാറ് പറഞ്ഞത് ശരിയാണ്, മഹാലക്ഷ്മിയെ പോലെ ഇരിക്കണം, സ്വഭാവവും അതേപോലെ തന്നെയാണ്. അപ്പോൾ രവി, ആ വർഷ മോളെ, നീ ആ കാര്യം പറഞ്ഞത് സത്യമാണ്, സ്വഭാവവും അതേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എഗ്രിമെൻ്റ് ഒക്കെ റെഡിയാക്കാമല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യയെ പറഞ്ഞു വിടുകയാണ് എഗ്രിമെൻ്റ് എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ എഗ്രിമെൻ്റ് എടുത്തുകൊണ്ട് വരികയാണ്. എന്തോ ഡീറ്റെയിൽസിലൊക്കെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിനൊക്കെ വിളിച്ചിട്ട് എല്ലാവരോടും അനുഗ്രഹം ചോദിച്ചിട്ട് സൈൻ ചെയ്യാം. അപ്പോൾ സൈനെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആ ഒരു 25 ലക്ഷം രൂപ പെട്ടിയിൽ ഇങ്ങനെ തുറന്ന് കാണിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കണ്ണ് തള്ളിപ്പോയി. ഇവർ ആഗ്രഹിച്ചതുപോലെ തന്നെയാണല്ലോ ഈ പൈസ എല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സാർ അമ്പലത്തിൽ വെച്ചുള്ള 5 ലക്ഷം രൂപ തന്നായിരുന്നല്ലോ, ബാക്കിയുള്ള 25 ലക്ഷം രൂപയാണിത് സാർ, ഇതാ എന്ന് പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുക. അങ്ങനെ ആ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ശ്രുതിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛനും അമ്മയും വിളിക്കണം. അപ്പം അച്ഛൻ പറയാണ്, വേണ്ട മക്കളെ, നിങ്ങൾ രണ്ടുപേരും കൂടി മേടിച്ചാൽ മതി, അതാണ് സന്തോഷം എന്നും പറയുകയാണ്. അങ്ങനെ ശ്രുതിയും കൂടി ആ ഒരു വീടിൻ്റെ എല്ലാ ഇതും കൂടി കയ്യിലേക്ക് മേടിക്കുക. പക്ഷേ ഇത് വലിയൊരു വമ്പൻ തട്ടിപ്പാണെന്ന് ഇവരറിയുന്നുമില്ല. ഭാഗ്യത്തിന് സച്ചി അവിടെ ഇല്ലേതാനും. അതുകൊണ്ട് തന്നെ ഇവരത് മേടിക്കുകയാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഒരു സന്തോഷത്തിൽ, അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.